ഹായ്, നമ്മൾ ലാസ്റ്റ് വീഡിയോയില് വാസ്പിന്റെ കംപ്ലീറ്റ് 10th വോൾട്ടേജ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ പുതിയ സാധനം വന്നിട്ടുണ്ട്. നമ്മളിപ്പോ ലാസ്റ്റ് 10th പറഞ്ഞത് പുതിയ 10ലില്ല, മീൻ കാൻഡിഡേറ്റ് ലിസ്റ്റിലില്ല. കേറ തന്നെ ആയിരിക്കില്ലേ? മോസ്റ്റ്ലി അത് തന്നെ ആവാനാണ് സാധ്യത. പക്ഷെ മാറ്റങ്ങൾ വരാം. 2025 നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്കിയുള്ള എല്ലാം ഒരേപോലെ തന്നെയാണ്. പക്ഷെ ഈ ലാസ്റ്റിലത്തെ മാത്രം, അതായത് 10ാമത്തെ വൾണറബിലിറ്റി മാത്രമാണ് SSRF-ൽ നിന്നും മാറിയിട്ടുള്ളത്. SSRF-ൽ നിന്നും മാറി മറ്റൊരു വൾണറബിലിറ്റിയിലേക്ക് മാറ്റിയിട്ടുള്ളത് ഈ 10ാമത്തെ മാത്രമാണ്. ബാക്കിയെല്ലാം സെയിം ആണ്. പിന്നെ 1-2 വൾണറബിലിറ്റിയുടെ പേര് മാറ്റി ഒരു കുറച്ചുകൂടെ ബ്രോഡർ ആയിട്ടുള്ള ഒരു കാറ്റഗറിയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നല്ലാണ്ട് കോർ കോൺസെപ്റ്റിൽ ഒരു വ്യത്യാസങ്ങളല്ല. അപ്പോൾ പിന്നെ ഈ SSRF മാത്രമാണ് ഒരു ചേഞ്ച് ഉള്ളതെന്ന് പറയാനായിട്ട്. എഗെയിൻ കാൻഡിഡേറ്റ് ലിസ്റ്റ് ആണ്, അത് ചിലപ്പോൾ മാറാം. കാര്യം കാൻഡിഡേറ്റ് ലിസ്റ്റിൽ പബ്ലിക് റെസ്പോൺസും കൂടെ എടുത്തിട്ടാണ് ഒരു ഫൈനൽ തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ചിലപ്പോൾ ഫൈനൽ ഡിസിഷനിലേക്ക് വരുമ്പോൾ മാറാം. എനിവേ, ഇതാണ് ഇപ്പോഴത്തെ കാൻഡിഡേറ്റ് ലിസ്റ്റ്. ആ ലിസ്റ്റ് ചിലപ്പോൾ അത് തന്നെ ആയിരിക്കാം, നമുക്ക് പറയാൻ പറ്റില്ല. എനിവേ, അത് മോസ്റ്റ്ലി ഫൈനലൈസ്ഡ് ആകാൻ പോകുന്നത് ഒരു 2-3 ആഴ്ച, അല്ലെങ്കിൽ മോസ്റ്റ്ലി ഡിസംബർ ഫസ്റ്റ് വീക്കിലേക്കൊക്കെ ആയിരിക്കും അത് ഫൈനലൈസ്ഡ് ആവുക. എനിവേ, അതർ ദാൻ ദാറ്റ് നമ്മളുടെ ടോപ്പ് 10 ഏകദേശം സെയിം തന്നെയാണ്. ഈ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയായിരിക്കും ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് പറയുന്നത്, ഈ വീഡിയോയിൽ ഇപ്പോൾ നമ്മൾ ഈ പഠിച്ച കോൺസെപ്റ്റിനകത്ത്, അതായത് ഈ വെബ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളുണ്ട്. അതായത് നമ്മൾ പലപ്പോഴും നമ്മളുടെ ടോപ്പ് 10ന്റെ വൾണറബിലിറ്റി ഡിസ്കസ് ചെയ്തപ്പോഴൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു ടൂളാണ് ബർബ് സ്യൂട്ട് എന്ന് പറയുന്ന ടൂൾ. ബർബ് സ്യൂട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെബ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു സൈഡ് നമ്മൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ വെബ് സെക്യൂരിറ്റിയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ബർബ് സ്യൂട്ട് എന്ന് പറയുന്നത്. നമുക്ക് ഒരിക്കലും മാറ്റി വെക്കാൻ പറ്റുന്നതല്ല. കാര്യം ബർബ് സ്യൂട്ടിൻ്റെ ഒരു കപ്പാസിറ്റി തന്നെയാണ് അതിൻ്റെ കാരണം. ബർബ് സ്യൂട്ടിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാനും നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ബർബ് സ്യൂട്ടിന് സാധിക്കും. അങ്ങനെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ബർബ് സ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ബർബ് സ്യൂട്ട് എന്താണ്, ബർബ് സ്യൂട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിന്റെ വേരിയസ് ഫംഗ്ഷനാലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഒരു കാര്യം ആദ്യം പറയാനുള്ളത് എന്ന് പറയുന്നത്, ബർബ് സ്യൂട്ടിന് 2 വേർഷൻസ് ഉണ്ട്. ഒന്ന് ബർബ് സ്യൂട്ടിന്റെ പ്രോ വേർഷനും ഉണ്ട്, അതേപോലെ ബർബ് സ്യൂട്ടിന്റെ കമ്മ്യൂണിറ്റി എഡീഷനും ഉണ്ട്. കമ്മ്യൂണിറ്റി എഡീഷൻ ആണ് ഫ്രീ ഓഫ് കോസ്റ്റ് അവൈലബിൾ ആണ്, ആർക്ക് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാം. പ്രോ വേർഷൻ എന്ന് പറയുന്നത് പെയ്ഡ് ആണ്. അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം ഒരു വർഷത്തേക്ക് 35,000 രൂപ 40,000 രൂപയ്ക്ക് അടുത്താണ് അതിൻ്റെ ഒരു ലൈസൻസ് ഫീ വരും. അങ്ങനെ പ്രോ വേർഷൻ പെയ്ഡ് ആണ്. കൂടുതലും പ്രോ വേർഷൻസ് ആണ് എല്ലാ കമ്പനികളിലും പ്രോ വേർഷൻ തന്നെയാണ് ഉപയോഗിക്കുക. പ്രോ വേർഷൻ എന്റർപ്രൈസ് ലൈസൻസ് ആണ് ഉപയോഗിക്കുക. കാര്യം പ്രോ വേർഷൻ ആകുമ്പോൾ എല്ലാ ഫംഗ്ഷനാലിറ്റീസും ഉണ്ട്. ആ കമ്മ്യൂണിറ്റി എഡീഷനിൽ ലിമിറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഈ ഒരു ഡെമോൺസ്ട്രേഷനിൽ, അല്ലെങ്കിൽ ഈ ഒരു സെഷനകത്ത് കമ്മ്യൂണിറ്റി എഡീഷനാണ് ഉപയോഗിക്കുന്നത്. കാര്യം അതുകൊണ്ട് നിങ്ങൾ കാണുന്നത്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രോ വേർഷൻ ഉപയോഗിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിറ്റി എഡീഷനാണ് ഉപയോഗിക്കുക. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫംഗ്ഷനാലിറ്റീസ് ഇവിടെയൊക്കെ ലിമിറ്റഡ് ആയിരിക്കും. അതായത് 2-3-4 ടാബുകളൊന്നും നമ്മളുടെ കമ്മ്യൂണിറ്റി എഡീഷനിൽ വർക്ക് ചെയ്യില്ല, പ്രോ വേർഷനിൽ മാത്രമാണ് ഉണ്ടാവുക. അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ടാവും. അതർ ദാൻ ദാറ്റ്, പക്ഷേ ബർബിന്റെ ഒരു കോർ കോൺസെപ്റ്റ് മനസ്സിലാക്കാനായിട്ട് അതിന്റെ ആവശ്യം ശരിക്കും ഇല്ല. നിങ്ങൾക്ക് അത് ഇപ്പോൾ പ്രോ വേർഷനിൽ അവൈലബിൾ ആയിട്ടുള്ള ടാബുകളും അല്ലെങ്കിൽ അതിൽ അവൈലബിൾ ആയിട്ടുള്ള ഫംഗ്ഷനാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജോലിയെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എളുപ്പമാക്കാൻ എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ ഇതാണ് ഒരു കാര്യമുള്ളത്. അത് തന്നെ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ബർബ് സ്യൂട്ടിനെ പറ്റി ഓൾറെഡി പല വീഡിയോസിലായിട്ട് പലപ്പോഴായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ബർബ് സ്യൂട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് അതിനൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് അലോൺ വീഡിയോ ആയിട്ടും കൂടെ ചെയ്യാം എന്ന് വിചാരിച്ചു. സോ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും. വെബ് സ്യൂട്ട് നമ്മൾ പല വീഡിയോസിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, അത് യൂസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നമ്മൾ എനിക്ക് തോന്നുന്നു അത് വെബ് ആപ്ലിക്കേഷൻ്റെ ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യുന്ന സ്ഥലത്തൊക്കെ വെബ് സ്യൂട്ട് നല്ല രീതിക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ബർബ് സ്യൂട്ട്. അപ്പോൾ ബർബ് സ്യൂട്ടിന്റെ ആദ്യത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ, ഏറ്റവും ആദ്യത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ബർബ് സ്യൂട്ട്? അതാണ് ഒന്നാമത്തെ ചോദ്യം. അതാണല്ലോ. അപ്പോൾ നമ്മൾ പലപ്പോഴായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട് എന്താണ് ബർബ് സ്യൂട്ട് എന്നുള്ളത്. എന്നാലും എന്താണ് ബർബ് സ്യൂട്ട് എന്നുള്ളത് നമുക്ക് തുടങ്ങാം. എന്താണ് എന്ന ചോദ്യത്തിന്റെ ഒരു സിമ്പിൾ ആയിട്ട്, അല്ലെങ്കിൽ ഒരു 1 വേർഡ് ആൻസർ എന്ന് പറയുന്നത് ഇതൊരു പ്രോക്സിയാണ്. അപ്പോൾ അടുത്തൊരു ചോദ്യം ഉണ്ടോ, എന്താണ് പ്രോക്സി? അപ്പോൾ പ്രോക്സിയുടെ ഒരു എക്സാമ്പിൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത് നമുക്കിവിടെ ഒരു യൂസർ, ഇതൊരു നമ്മളുടെ ഒരു നോർമൽ യൂസർ. ഈ യൂസറിനെ സംബന്ധിച്ചിടത്തോളം യൂസർ എന്ത് ചെയ്യുന്നത്, യൂസർ നോർമലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ Google.com ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ Google.com-ലേക്ക് ഒരു റിക്വസ്റ്റ് അയക്കുന്നു. ഇവിടുന്ന് ഒരു റിക്വസ്റ്റ് അയക്കുന്നു. റിക്വസ്റ്റിന് തിരിച്ച് നമുക്ക് റെസ്പോൺസ് കിട്ടുന്നു. റൈറ്റ്, ഇതൊരു നോർമൽ പ്രോസസ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇവിടെ ഒരു പ്രോക്സി വരുമ്പോൾ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ, പ്രോക്സി വരുമ്പോൾ ഇതിന് 2 പേരുടെ കമ്മ്യൂണിക്കേഷൻ്റെ ഇടയിലേക്കാണ് പ്രോക്സി വന്ന് കയറുന്നത്. അതായത് യൂസറിൽ നിന്നും കമ്മ്യൂണിക്കേഷൻ ഡയറക്റ്റ്ലി സെർവറിലേക്ക് പോവാതെ യൂസറിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ പ്രോക്സിയിലേക്കും, പ്രോക്സിയിൽ നിന്ന് സെർവറിലേക്കും, സെർവറിൽ നിന്നുള്ള റെസ്പോൺസ് ആദ്യം പ്രോക്സിയിൽ എത്തുന്നു, പ്രോക്സിയിൽ നിന്ന് യൂസറിലേക്ക് എത്തുന്നു. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഇടയിലേക്ക് വന്ന് കയറുന്ന ഒരാളാണ് പ്രോക്സി എന്ന് പറയുന്നത്.
അപ്പോൾ എന്താണ് ഇതിന്റെ ആവശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങൾക്ക് പ്രോക്സി ഉപയോഗിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെയുള്ള ഈ കമ്മ്യൂണിക്കേഷനിലൊക്കെ കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട്. അതായത് പ്രോക്സി ഉപയോഗിക്കുന്ന സമയത്ത് ഈ എൻഡിലുള്ള സെർവർ, ഇപ്പോൾ ഇവിടെ ഇൻ ദിസ് കേസ് എൻഡിലുള്ള സെർവർ നമ്മളുടെ ഗൂഗിളാണ്. ഗൂഗിൾ ആരെ കാണുന്നില്ല? നമ്മളുടെ യൂസറിനെ കാണുന്നില്ല. അതായത് യൂസർ ആണ്, അല്ലെങ്കിൽ ഒറിജിനലി യൂസർ ആണ് ഇതിന്റെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതെങ്കിലും ഗൂഗിൾ ആരെ കാണുന്നില്ല? യൂസറെ കാണുന്നത്. ഗൂഗിൾ ആരെയാണ് കാണുന്നത്? പ്രോക്സി സെർവറിനെയാണ് കാണുന്നത്. അതായത് എൻഡ് വെബ്സൈറ്റിന്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ എൻഡിൽ നമ്മൾ ഏത് വെബ്സൈറ്റാണോ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ആ വെബ്സൈറ്റിന്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ ആ വെബ്സൈറ്റിൽ നിന്ന് നമ്മുടെ ഇൻഫർമേഷൻസ് ഹൈഡ് ചെയ്ത് വെക്കുക. ഇതിനു വേണ്ടിയിട്ടാണ് പ്രോക്സി ഉപയോഗിക്കുന്നത്. ഇതാണ് പ്രോക്സിയുടെ ഒരു ബേസിക് യൂസ് എന്ന് പറയുന്നത്, ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് നമ്മളുടെ ഇൻഫർമേഷൻ മറ്റൊരു വെബ് സെർവർ അല്ലെങ്കിൽ ഒരു എൻഡ് സെർവർ നമ്മുടെ വെബ്സൈറ്റ്, നമ്മളുടെ ഡീറ്റെയിൽസ് അറിയില്ല. ഇതാണ് ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മള് ഇതിനെ ഫൈൻഡ് ചെയ്യല്ലോ. ഇപ്പം ഒരു സിസ്റ്ററിന് റിക്വസ്റ്റ് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഏത് സിസ്റ്ററിന് റിക്വസ്റ്റ് പോയി ആരാണ് അത് ആക്സസ് ചെയ്തത് എന്നുള്ള ഇപ്പം ആ ഒരു ഗൂഗിളിനത് മോണിറ്റർ എന്ന് വിചാരിക്കും. അതെ, ഗൂഗിളിനത് മോണിറ്റർ ചെയ്യണമെങ്കിൽ ഗൂഗിൾ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ലാണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ പറയുന്ന ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്ന വഴി ഗൂഗിളിന് അങ്ങനെ നമ്മളെ മോണിറ്റർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അതാണ് നമ്മളുടെ ആവശ്യം. അതാണ് ഇങ്ങനെ ഒരു പ്രോക്സി ഉപയോഗിക്കുന്നുണ്ട്. ഗൂഗിള് നമ്മളെ മോണിറ്റർ ചെയ്യാൻ പാടില്ല. സ്റ്റിൽ അത് ചെയ്യുന്നില്ലേ? അപ്പൊ ആ പ്രോക്സിനെ കോംപ്രമൈസ് ചെയ്യുക. സ്റ്റില് ഇപ്പോഴും നമ്മളിപ്പോ ഗൂഗിളിൽ ഒരു സാധനം സെർച്ച് ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് എടുത്ത് നോക്കി. ഓക്കെ, അപ്പം ഗൂഗിളിലാണല്ലോ അടുത്തൊരു ആഡ് നമുക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അതെ. അപ്പം അത് ഓക്കെ എന്ന് ഒബ്വിയസ്ലി ഇത് ആ റിക്വസ്റ്റ് പോയത് ഇന്ന സിസ്റ്റത്തിൽ നിന്നാണ് ഈ റിക്വസ്റ്റ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ഇന്ന ആളാണ് ഇത് സെർച്ച് ചെയ്തിട്ടുള്ളത് നോക്കിയിട്ടായിരിക്കുമല്ലോ നമുക്കൊരു അടുത്ത സജഷൻ തരും. അപ്പോൾ ഒബ്വിയസ്ലി ആ ഗൂഗിൾ എന്നുള്ള സെർവർ അല്ലെങ്കിൽ ഗൂഗിൾ നമ്മളെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. നമ്മൾ ബൈ ഡിഫോൾട്ട് അല്ലെങ്കിൽ നോർമലി നമ്മൾ പ്രോക്സി ഉപയോഗിക്കുന്നില്ലല്ലോ. അതായത് നമ്മൾ പ്രോക്സി ഉപയോഗിക്കുമ്പോഴാണ് ഈ ഇൻഫർമേഷൻസ് ഹൈഡ് ആവുന്നത്. നോർമലി പോകുന്നത് ഇങ്ങനെയല്ല. നോർമലി ഉള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളവിടെ പ്രോക്സി ഉപയോഗിക്കുന്നില്ല. അതായത് നോർമലി ഉള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്, ഇവിടെ ഒരു യൂസർ ഉണ്ട്. ഈ യൂസർ എന്ത് ചെയ്യുന്നു? യൂസർ ഗൂഗിളിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഗൂഗിള് റിക്വസ്റ്റിന് റെസ്പോൺസ് കൊടുക്കുന്നു. ഇപ്പോൾ ഇങ്ങോട്ട് റിക്വസ്റ്റിന് റെസ്പോൺസ് ഡയറക്ട്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ പ്രശ്നമുള്ളത്. ഗൂഗിൾ നമ്മളെ കാണാനും നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് അറിയാനും, അല്ലെങ്കിൽ ആരാണ് ഇത് ആക്സസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളുടെ ഇൻഫർമേഷൻസ്, നമ്മളുടെ IP അഡ്രസ്സിന്റെ ഇൻഫർമേഷൻസ് ബാക്കി എല്ലാവർക്കും കിട്ടുന്നുണ്ട്, ഗൂഗിളിന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ആവശ്യം എന്ന് പറയുന്നത് എന്താണ്? ഇത് കിട്ടാതിരിക്കണം. ഇത് കിട്ടാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് നമ്മൾ എന്ത് ചെയ്യും? ഒരു പ്രോക്സിയെ കൊണ്ടുപോകും. അപ്പോൾ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻസ് നമ്മളിൽ നിന്ന് നേരെ ആരിലേക്ക് പോകും? പ്രോക്സിയിലേക്ക് പോകും. പ്രോക്സിയിൽ നിന്ന് ആരിലേക്ക് പോകും? ഗൂഗിളിലേക്ക് പോകും. ഗൂഗിളിന്റെ റെസ്പോൺസ് വരുന്ന നേരെ പ്രോക്സിയിൽ വരും. പ്രോക്സി നമുക്ക് കൊണ്ടുതരും. അപ്പോൾ ഗൂഗിൾ നോക്കുമ്പോൾ ആരാണ്? ഇപ്പോൾ പ്രോക്സി എന്ന് പറയുന്നത് ലെറ്റ്സ് സേ US ഇരിക്കുന്ന ഒരു സെർവർ ആണ് എന്ന് കരുതിക്കോ. അപ്പോൾ US ഇരിക്കുന്ന സെർവർ ആണെങ്കിൽ ഗൂഗിളിനെ സംബന്ധിച്ചിടത്തോളം ആ സെർച്ച് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി അവിടെ ചെയ്യുന്നത് ആരാണ്? US ഈ സെർവറാണ്. ഇവിടെ നമ്മളെന്ന് പറയുന്ന യൂസറിനെ ആര് കാണുന്നില്ല? ഗൂഗിൾ കാണുന്നില്ല. ഇൻഡയറക്ട്ലി നമ്മൾ തന്നെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. ഇൻഡയറക്ട്ലി കമ്മ്യൂണിക്കേഷൻ നമ്മൾ തന്നെയാണ് ചെയ്യുന്നതെങ്കിലും ഗൂഗിള് ഇത് അറിയുന്നില്ല, അല്ലെങ്കിൽ കാണുന്നില്ല. ഇതാണ് പ്രോക്സിയുടെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. സെയിം ആണ്. അതായത് ഇവിടെ എന്ന് പറയുന്നത് പ്രോക്സിയും VPN തമ്മിലുള്ള ഒരു ഡിഫറൻസ് വരുന്നത് വെച്ചാൽ, ഇപ്പോൾ പ്രോക്സി ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ യൂസർ ഉണ്ട്, ഈ യൂസറിന്റെ കമ്മ്യൂണിക്കേഷൻസ് ഗൂഗിളിലേക്കോ അല്ലെങ്കിൽ XYZ എങ്ങോട്ടാണെങ്കിലും, ഒരു എക്സാമ്പിളായിട്ട് ഗൂഗിൾ എടുത്തു നോക്കത്തുള്ളൂ. ഇതിപ്പോൾ പ്രോക്സി ആണ് എന്ന് കരുതുക. പ്രോക്സി ആണെങ്കിൽ റിക്വസ്റ്റ് അങ്ങോട്ടേക്ക് വന്നു, റിക്വസ്റ്റ് വരുന്നു ഗൂഗിളിലേക്ക് വന്നു, റെസ്പോൺസ് പ്രോക്സിയിലേക്ക് വരുന്നു, റെസ്പോൺസ് യൂസറിലേക്ക് വരുന്നു. ഇതാണ് നോർമലി ഒരു പ്രോക്സിയിൽ സംഭവിക്കുക. VPN കാര്യം എടുത്താൽ VPNൽ ഇത് തന്നെയാണ് സംഭവിക്കുക. VPNും ഇതേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്, പക്ഷെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അതായത് പ്രോക്സിയുടെ കമ്മ്യൂണിക്കേഷൻസ് എന്ന് പറയുന്നത് അൺഎൻക്രിപ്റ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഇതൊരു പ്രോക്സി ആണെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻസ് മുഴുവൻ അൺഎൻക്രിപ്റ്റഡ് ആണ്. അതായത് അതേപോലെ തന്നെ അതായത് നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെ അയച്ചാൽ അതുപോലെ കിട്ടും. അതിന്റെ മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കിപ്പോൾ ISP നമ്മളുടെ മോണിറ്റർ ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മളുടെ എയർടെൽ അല്ലെങ്കിൽ ജിയോ ഇതുപോലുള്ള ആൾക്കാരുടെ സെർവറിൽ കൂടെയാണ് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ പോകുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന ഏത് സിമ്മാണോ ആ പർട്ടിക്കുലർ കമ്പനിയുടെ സെർവറുകളിൽ കൂടിയാണ് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടേക്ക് പോകുക. അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ സർവൈലൻസ്, സെൻസർഷിപ്പ് ഇതൊക്കെ സർക്കമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പരിപാടി നടക്കില്ല. കാര്യം ഇപ്പോൾ ഗവൺമെന്റിന്റെ സെൻസർഷിപ്പ് അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ബൈപ്പാസ് ചെയ്യാൻ നോക്കുന്ന ഒരു കാര്യം. ഗവൺമെന്റ് ഒരു കാര്യം നമ്മൾ ബാൻ ചെയ്ത് കഴിഞ്ഞാൽ, അത് ഈ പർട്ടിക്കുലർ സർവീസ് എടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ പർട്ടിക്കുലർ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ബാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നോർമലി എടുക്കാൻ പറ്റില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗവൺമെന്റ് ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റിനെ ബാൻ ചെയ്യുമ്പോൾ ഇതൊരു ബ്ലാക്ക് ലിസ്റ്റിലേക്ക് ആഡ് ഇടാം. ഈ ബ്ലാക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് എവിടെ ഉണ്ടാവും? ISPയുടെ സെർവറുകളുണ്ടാവും. ISP എന്ന് പറയുന്നത് നമ്മുടെ എയർടെൽ, ജിയോ പോലുള്ള സിം സർവീസ് പ്രൊവൈഡർ അല്ലെങ്കിൽ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സ്. ഈ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിന്റെ സെർവറുകളിൽ എന്തുണ്ടാവും? ഈ ബ്ലാക്ക് ലിസ്റ്റ് ഉണ്ട്. അതായത് ഏതൊരു യൂസർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിയാസ് ബ്രോ ഒരു ബാൻഡ് ആയിട്ടുള്ള ഒരു സൈറ്റ് ആക്സസ് ചെയ്യാമെന്ന് കരുത്, xyz.com. അപ്പോൾ ഈ xyz.com ആക്സസ് ചെയ്യുന്ന സമയത്ത് xyz.com ബ്ലാക്ക് ലിസ്റ്റിലുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? നിയാസ് റിക്വസ്റ്റ് ചെയ്യുന്ന xyz.com ആണ് എന്ന് ആർക്കറിയാം? ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിന് അറിയാം. കാര്യം അവരത് കാണുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ കാണുന്നുണ്ട്. അവർക്കറിയാകുമ്പോൾ അവരെന്ത് ചെയ്യും? ഈ പർട്ടിക്കുലർ വെബ്സൈറ്റ് ബ്ലാക്ക് ലിസ്റ്റിലുള്ളതാണ്, സോ
ഇത് നമുക്ക് ഫർദർ മൂവ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ മുമ്പോട്ടേക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഗവൺമെന്റ് ബാൻ ചെയ്താണ്. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, അവിടെ വെച്ച് കമ്മ്യൂണിക്കേഷൻ കട്ടാവും, അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ കമ്മ്യൂണിക്കേഷൻ ഡ്രോപ്പ് ആവുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫർദർ അങ്ങോട്ടേക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നോർമലി സംഭവിക്കുക. ഇത് മാത്രമല്ല വേറെ പല കാര്യങ്ങളും ഇവിടെ നടക്കാറുണ്ട്. ബട്ട് ഒരു എക്സാമ്പിൾ പറയും. അപ്പോൾ ഈ ഇങ്ങനെയുള്ള കേസുകളിൽ ഇതിനെ സർക്കംവെന്റ് ചെയ്യാനാണ് നമ്മൾ VPN ഉപയോഗിക്കുക. ഇപ്പോൾ പ്രോക്സിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് അൺഎൻക്രിപ്റ്റഡ് ആണ്. അതായത് അപ്പോഴും ISPക്ക് കാണാം നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നുള്ള, അല്ലെങ്കിൽ ഏത് വെബ്സൈറ്റ് ആക്സസ് ചെയ്യുന്നതെന്നുള്ള. പക്ഷേ ഇത് VPNലേക്ക് വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ VPN ഒരു പ്രത്യേകത, VPN വെറുതെ ഒരു സെർവറിൽ കൂടെ ഫോർവേഡ് ചെയ്യുന്നതിനപ്പുറം VPN ഒരു ടണലിംഗ് എന്നൊരു പ്രോസസ് ചെയ്യും. ടണലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VPNുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കണക്ഷൻസും കമ്മ്യൂണിക്കേഷൻസും എൻക്രിപ്റ്റഡ് ആണ്. അപ്പോൾ എൻക്രിപ്റ്റ് ചെയ്യുമ്പോൾ ആർക്ക് കാണാൻ പറ്റില്ല, ISPക്ക് കാണാൻ പറ്റില്ല. അതായത് നമ്മുടെ സർവീസ് പ്രൊവൈഡർ ആരാണോ അവർക്ക് നമ്മൾ എന്താണ് ആക്സസ് ചെയ്യുന്നതെന്ന് കാണാൻ പറ്റില്ല. കാരണം എൻക്രിപ്റ്റഡ് കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ xyz.com തന്നെ ആയിരിക്കും ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ ISP നോക്കുമ്പോൾ അതിനകത്ത് ഈ പറയുന്ന xyz.com ആണ് എന്നുള്ള ISPക്ക് കാണാൻ സാധിക്കില്ല. ISPക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ISPക്ക് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ അത് കാണണമല്ലോ എന്താണ് ആക്സസ് ചെയ്യുന്നത്. എന്താണെന്ന് കാണാൻ സാധിക്കാത്തതുകൊണ്ട് ISP എന്ത് ചെയ്യും, എക്സ്പ്ലിസിറ്റ്ലി അലോ ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് കൂടുതൽ ഈ ഗവൺമെന്റ് സെൻസർഷിപ്പ് സർക്കംവെന്റ് ചെയ്യുക. പിന്നെ അതുപോലെ ലൊക്കേഷൻ മാറ്റുക എന്ന് പറയുന്നത് ഇതുപോലെ സെർവർ വെച്ചിട്ടാണ്. അതായത് VPNന്റെ സെർവർ വേറെ ഏതെങ്കിലും രാജ്യത്തായിരിക്കും. അപ്പോൾ നമ്മൾ VPN ആക്സസ് ചെയ്യുമ്പോൾ ആ രാജ്യത്തെ സെർവറിൽ കൂടെ ആയിരിക്കും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ. ഇത് പലപ്പോഴും പലരും മറ്റേ ഈ സബ്സ്ക്രിപ്ഷൻസിന്റെ പരിപാടിയിലൊക്കെ ചെയ്യാറുണ്ട്. അതായത് ചില രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ ചീപ്പറാണ്. അപ്പോൾ ഇന്ത്യയിൽ ഒരു സബ്സ്ക്രിപ്ഷൻ നമ്മൾ 100 രൂപ കൊടുക്കുന്നു, അല്ലെങ്കിൽ 200 രൂപ കൊടുക്കുന്നിടത്ത് നിങ്ങൾ ദുബായിൽ പോയി കഴിഞ്ഞാൽ അത് കൂടുതലാണ്, അവിടെ കുറച്ച് കൂടിയ എമൗണ്ട് ആണ്. അതേപോലെ നിങ്ങൾ മറ്റൊരു കമ്പാരിറ്റീവ്ലി സ്മോളർ കൺട്രിയിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ സബ്സ്ക്രിപ്ഷൻ റേറ്റ് എന്ന് പറയുന്നത് കുറവായിരിക്കും. ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ 100 രൂപ കൊടുക്കുന്നതിനെക്കാട്ടി ആ രാജ്യത്ത് ചിലപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ വിയറ്റ്നാമിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അവിടുത്തെ റേറ്റ് ആണ്. അവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ 100 രൂപക്കാട്ട് കുറവായിരിക്കും. അപ്പോൾ അതും ഡിപ്പെൻഡ് ചെയ്യാം. ഇപ്പം ഒബ്വിയസ്ലി ചില കോമൺ ടൂൾസ് എല്ലാം ഡോളേഴ്സിലാണ് കാണിക്കാറ്. അതെ. ഇന്ത്യൻ റുപ്പിയിൽ കാണിക്കുന്ന കമ്പനീസ് ആണെങ്കിലും ആ കറൻസി ചേഞ്ചിൽ സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് മാറും. അതായത് കറൻസി ചേഞ്ച് മാത്രമല്ല അവിടെ നോക്കുന്നത്. അതായത് അവിടെ നോക്കുന്നതെന്ന് പറയുന്നത് ഓരോ കൺട്രിയുടെയും ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ. ഓരോ കൺട്രിയിൽ ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ആൾ എത്ര രൂപ ചെലവാക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ചെലവാക്കുന്ന പൈസയും ഇപ്പോൾ ദുബായിലുള്ള ഒരാൾ ചെലവാക്കുന്ന പൈസയും അല്ലെങ്കിൽ വിയറ്റ്നാമിലുള്ള ഒരാൾ ചെലവാക്കുന്ന പൈസയും ആ ഒരു എന്താ പറയുക, പർച്ചേസ് പവർ പാരിറ്റി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് അല്ലേ. നമുക്കിപ്പോൾ ഈ പർച്ചേസ് പവർ പാരിറ്റി ഇപ്പം നമുക്ക് ഇത്ര രൂപയുടെ പെർ ക്യാപിറ്റ ഇൻകം ഉണ്ട് എന്നുള്ളൊരു കണക്കുണ്ട്. അതായത് ഒരാൾക്ക് ഇത്ര രൂപ അയാൾ ഏൺ ചെയ്യുന്നുണ്ടെന്നുള്ളത്. അത് വെച്ചിട്ടാണ് സബ്സ്ക്രിപ്ഷൻ 299 രൂപയ്ക്ക് കൊടുക്കാം എന്നൊരു തീരുമാനത്തിലെത്തുന്നത്. പക്ഷേ ഇതേ 299 രൂപയ്ക്ക് കൊടുക്കാവുന്ന തീരുമാനം US മാർക്കറ്റിലേക്ക് പോകുമ്പോൾ 299 എന്നൊരു പ്രൈസ് അവർക്ക് വെക്കാൻ പറ്റില്ല. കാര്യം US മാർക്കറ്റിൽ അവർ അവിടെ ഏൺ ചെയ്യുന്ന എമൗണ്ട് കൂടുതലാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ദുബായിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സെയിം പ്രൈസ് കൊടുക്കും. അത് അവർക്ക് കമ്പനിക്ക് നഷ്ടമാണ്. കാര്യം അവിടെ ഒരാൾക്ക് അതിൽ കൂടുതൽ അഫോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കണക്കാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും, സോട്ട് അവിടെ സബ്സ്ക്രിപ്ഷൻ്റെ റേറ്റ് കൂടുതലായിരിക്കും. ഇപ്പോൾ ദുബായിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 299 രൂപയ്ക്ക് നമ്മൾ ഇന്ത്യയിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ദുബായിൽ പോയി കഴിഞ്ഞാൽ മിനിമം ഒരു 4-5 ദിറംസിനായിരിക്കും, ഒരു 10-12 ദിറംസൊക്കെ ആയിരിക്കും നമ്മളവിടെ കൊടുക്കേണ്ടി വരും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തെക്കാട്ടി കൂടുതൽ പൈസ ചിലവാക്കാൻ അവിടെ ഉള്ളവർക്ക് പറ്റും എന്നുള്ളത് കൊണ്ടാണ്. അതേപോലെ തന്നെ US മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ, പക്ഷേ അതേസമയം നമ്മളെക്കാട്ടി കുറച്ചുകൂടെ പൂറാറായിട്ടുള്ള ഒരു കൺട്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കമ്പാരിറ്റീവ്ലി റേറ്റ് കുറവാണ്. കമ്പാരിറ്റീവ്ലി അവിടെ റേറ്റ് കുറവായിരിക്കും. അവിടെ കാര്യം അവർക്ക് അത്രമേ അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ കൂടുതലിട്ട് ഇപ്പോൾ അവിടെ 300 രൂപ അല്ലെങ്കിൽ 300 രൂപയുടെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത്രയും പൈസ അവിടെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും പൈസ കുറച്ചാൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നൈജീരിയയിൽ പോയി കഴിഞ്ഞാൽ നൈജീരിയയിൽ YouTube പ്രീമിയം എടുക്കുമ്പോൾ നമ്മൾ YouTube പ്രീമിയം ഇവിടെ എടുക്കുമ്പോൾ 299 മറ്റുമാണ് പെർ മന്ത് എമൗണ്ട് വരും. പക്ഷേ ഇതേ സബ്സ്ക്രിപ്ഷൻ നമ്മൾ നൈജീരിയയിൽ പോയിരുന്നു ചെയ്ത് കഴിഞ്ഞാൽ നൈജീരിയൻ കറൻസി വെച്ചിട്ട് ഒരു എമൗണ്ട് എക്സാക്ട്ലി എനിക്ക് ഓർമ്മയില്ല. പക്ഷേ അത് ഇന്ത്യൻ റുപ്പീസിലേക്ക് വരുമ്പോൾ ഏകദേശം നമുക്കൊരു 150 to 200 രൂപയ്ക്ക് അടുത്തേ വരുള്ളൂ. അതായത് നൈജീരിയൻ കറൻസിയിൽ 150-200 എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3000 നൈറയോ മറ്റോ ആണ് അവിടുത്തെ എമൗണ്ട്. പക്ഷെ അത് ഇന്ത്യൻ റുപ്പിയിൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 150 to 200 രൂപയെ ആ സബ്സ്ക്രിപ്ഷൻ കോസ്റ്റ് വരുള്ളൂ. അതായത് ഒരു 90-99 അല്ലെങ്കിൽ ഒരു 90-100 രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. കാര്യം അവിടെ ഉള്ളവർക്ക് അത്രയുമാണ് അഫോർഡ് ചെയ്യാൻ പറ്റുക. അതിൽ കൂടുതൽ കമ്പനി ഓഫർ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതിൽ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ആരും എടുക്കില്ല. സോ അവരെന്ത് ചെയ്യുക, അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ടിലേക്ക് മാറ്റി കൊടുക്കും. അപ്പോൾ ഈ ഒരു വ്യത്യാസം പല രാജ്യങ്ങളും തമ്മിലുണ്ട്. അത് ഇതിൽ മാത്രമല്ല ഉള്ളത്, ഇതുപോലുള്ള YouTube പ്രീമിയം മാത്രം ഞാൻ പറയുന്നത്, പല സബ്സ്ക്രിപ്ഷൻസിനും ഇതേ വ്യത്യാസമുണ്ട്. അതായത് ആ കൺട്രിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവൽ വെച്ചിട്ടാണ് ഇവർ സബ്സ്ക്രിപ്ഷൻ്റെ എമൗണ്ട് നിശ്ചയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും സബ്സ്ക്രിപ്ഷൻ ചീപ്പറായിട്ട് കിട്ടാനായിട്ട് എന്ത് ചെയ്യും, മറ്റുള്ള കൺട്രി VPNൽ ഏതെങ്കിലും ഒരു കൺട്രി മാറ്റിയിട്ടിട്ട് അവിടെ ആ കൺട്രിയുടെ ലൊക്കേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യും, സബ്സ്ക്രിപ്ഷൻ എടുക്കും. അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഹോം കൺട്രിയിൽ കൊടുക്കുന്നതിനെക്കാട്ടി കുറച്ച് എമൗണ്ടിൽ നമുക്ക് എന്ത് കിട്ടും, പ്രീമിയം സർവീസുകൾ കിട്ടും. അപ്പോൾ അങ്ങനെ മറ്റൊരു സെർവറിലൂടെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു
ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് ഇവിടെ നടക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ഡയറക്റ്റ്ലി ആ എൻഡ് സെർവറിലെത്താതെ മറ്റൊരു സെർവറുകളിലൂടെ കയറ്റിവിടുക. ഇത് തന്നെയാണ് നമ്മൾ ഡാർക്ക് വെബിന്റെ കോൺസെപ്റ്റ് പറഞ്ഞപ്പോഴും നമ്മൾ ഇതേ കോൺസെപ്റ്റ് തന്നെ ഡാർക്ക് വെബിലുണ്ട്. കാര്യം ഡാർക്ക് വെബിലും ഇതേപോലെ ഒരു സിംഗിൾ സെർവറിന് മറ്റു പല പല സെർവറുകളിൽ കൂടെ കയറ്റിവിടുക. അങ്ങനെ അതായത് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ഡയറക്റ്റ്ലി എൻഡിലെത്തിയാൽ മാത്രമേ എൻഡിലുള്ള ആൾക്ക് ഇത് ആരാണ് ചെയ്യുന്നത്, ആരാണ് ആക്സസ് ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. മറ്റുള്ള സെർവറുകളിലൂടെ കയറി അവിടെ എത്തുമ്പോൾ ഈ റിക്വസ്റ്റ് ചെയ്ത ആളാരാണെന്നോ ഏതാണ് ക്ലയൻ്റ് എന്നോ ഐഡന്റിഫൈ ചെയ്യാൻ ആർക്ക് പറ്റില്ല, എൻഡിലുള്ള സർവീസിന് പറ്റില്ല, അല്ലെങ്കിൽ എൻഡിലുള്ള സെർവറിന് പറ്റില്ല. അപ്പോൾ ഇതിന് ഈ ഒരു കോൺസെപ്റ്റാണ് പ്രോക്സി VPN ഒക്കെ ഫോളോ ചെയ്യാറുള്ളത്. നമ്മൾ ആ ഒരു ഡാർക്ക് വെബിന്റെ ഇത് പറയുന്ന സമയത്ത് ഓണിയൻ ബ്രൗസർ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ബ്രൗസറിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് എത്ര സെർവറിലാണ് ആ റിക്വസ്റ്റ് ഏതൊക്കെ സെർവറിലൂടെ കയറി അപ്പുറത്ത് എത്തിയെന്നുള്ളത്. ആ ഒരു കോൺസെപ്റ്റ്, ഈ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് അതിന്റെ ഒരു ചെറിയ വെർഷനാണ് പ്രോക്സി VPN എന്ന് പറയുന്നത്. VPN വരുമ്പോൾ എൻക്രിപ്ഷൻ ഉണ്ട്. പിന്നെ ശരിക്കും VPN കാര്യം പറയുകയാണെങ്കിൽ VPN കുറേ പറയാനുണ്ട്. അതായത് VPN ഒരുപാട് പ്രോട്ടോക്കോളുകളും ടണലിംഗ് സിസ്റ്റംസും അങ്ങനെ പല പല കോൺസെപ്റ്റുകൾ വർക്ക് ചെയ്യാറുണ്ട്. ഇപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ വായിക്കണമെന്നുണ്ടെങ്കിൽ VPN ഡീമിസ്റ്റിഫൈഡ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ എഴുതി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് സംഭവിക്കുന്നത്. കുറേ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഫണ്ടമെന്റലി പറഞ്ഞാൽ എൻക്രിപ്ഷനും ഉണ്ട്, പിന്നെ ഇതുപോലെ മറ്റൊരു സെർവറിൽ കൂടെ പോകുന്നുണ്ട്. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. എനിവേ ബാക്ക് ടു അവർ ടോപ്പിക്, നമ്മളുടെ പ്രോക്സിയിലേക്കാണ് വരുന്നത്. അപ്പോൾ പ്രോക്സിയാണ് ഇവിടെ നമ്മൾ പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ പ്രോക്സിയെ പറ്റി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബർബ് സ്യൂട്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരു പ്രോക്സിയാണ്. അതായത് ഇതൊരു പ്രോക്സി ആയിട്ടാണ് ബർബ് സ്യൂട്ട് ആക്ട് ചെയ്യുക. നമ്മളുടെ സിസ്റ്റത്തിൽ ഒരു പ്രോക്സി ആയിട്ട് ആക്ട് ചെയ്യാണ് ആര് ചെയ്യുക, ബർബ് സ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ പ്രോക്സി ആയിട്ട് ആക്ട് ചെയ്യുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബർബ് സ്യൂട്ടിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ജോലി എന്ന് പറയുന്നത് എന്താണ്, ഒരു റിക്വസ്റ്റ് പോയി കഴിഞ്ഞാൽ ആ റിക്വസ്റ്റ് പോകുമ്പോൾ അതിനെ ക്യാപ്ചർ ചെയ്യുക, ആ ക്യാപ്ചർ ചെയ്ത റിക്വസ്റ്റിനെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ആദ്യം ഈ റിക്വസ്റ്റ് നമ്മളുടെ യൂസറിന്റെ സിസ്റ്റത്തിൽ നിന്ന് ലീവ് ചെയ്യണം. ഈ സിസ്റ്റത്തിൽ നിന്ന് ലീവ് ചെയ്തിട്ട് വേണം ഇത് എന്ത് ചെയ്യാൻ, ഈ റിക്വസ്റ്റ് ക്യാപ്ചർ ചെയ്യാൻ. അപ്പോൾ ഇത് ലീവ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത അങ്ങോട്ടേക്ക് പോകും, നമ്മളുടെ ബർബ് സ്യൂട്ടിലേക്ക് പോകും. ബർബ് സ്യൂട്ട് എന്നിട്ട് അതവിടെ പിടിച്ചു നിർത്തും. അതവിടെ പിടിച്ചു നിർത്തിയതിന് ശേഷം അവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോകും, അവിടെ നിന്ന് നമുക്ക് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ സെർവറിലേക്ക് പോകും. എന്നിട്ട് വരുന്ന റെസ്പോൺസ് അങ്ങനെ തന്നെ ഈ റെസ്പോൺസ് നേരെ ബർബ് സ്യൂട്ടിലേക്ക് വരും. ബർബ് സ്യൂട്ട് എന്ത് ചെയ്യും, ബർബ് സ്യൂട്ട് ആ റെസ്പോൺസ് നമ്മളിലേക്ക് തരും. ഇങ്ങനത്തെ കമ്മ്യൂണിക്കേഷനാണ് ബർബ് സ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ബർബ് സ്യൂട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ ഈവൻ ടു ബർബ് സ്യൂട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു സോഫ്റ്റ്വെയർ ആണ്, നമ്മുടെ സിസ്റ്റത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണെങ്കിലും ശരിക്കും ബാക്ക് എൻഡിൽ നടക്കുന്ന ഇങ്ങനെ ഒരു കോൺസെപ്റ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു IP അഡ്രസ് ഒരുപാട് കാണാനായിട്ട് സാധിക്കും. 127.0.0.1 ഈ IP അഡ്രസ് 127.0.0.1 എന്ന് പറയുന്ന IP അഡ്രസ്. ഇതിനെപ്പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ട്. ലൂപ്പ് ബാക്ക് അഡ്രസ് അല്ലെങ്കിൽ ലോക്കൽ ഹോസ്റ്റ് അഡ്രസ് എന്ന് പറയുന്നത് പല വീഡിയോസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലൂപ്പ് ബാക്ക് അല്ലെങ്കിൽ ലോക്കൽ ഹോസ്റ്റ് അഡ്രസ്സിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ സിമ്പിളാണ്. ഒരു സെർവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ എൻ്റെ കമ്പ്യൂട്ടർ ഒരു യൂസർ, ഞാൻ 127.0.0.1 റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ റിക്വസ്റ്റ് അയക്കുന്നത് 127.0.0.1 എന്ന് പറയുന്ന IP അഡ്രസ്സിലേക്കാണ്. അതിലേക്ക് റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ ഈ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നതും എൻ്റെ ഓൺ സിസ്റ്റം തന്നെയാണ്. ഈ റിക്വസ്റ്റിന്റെ റെസ്പോൺസ് കൊടുക്കുന്നതും അതേ സിസ്റ്റം തന്നെയാണ്. അതായത് ഈ അഡ്രസ്സിലേക്ക് റിക്വസ്റ്റ് അയക്കുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മളുടെ സിസ്റ്റം തന്നെ സെർവറും ക്ലയന്റുമായി മാറുകയാണ് ചെയ്യുക. ഇതിന്റെ ആവശ്യം കൂടുതൽ ഡെവലപ്മെന്റിലാണ് വരുന്നത്. അതായത് നിങ്ങൾ ഒരു വെബ് സെർവർ ഒക്കെ ഉണ്ടാക്കുന്ന സമയത്തോ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന സമയത്തോ ഒക്കെ നിങ്ങൾക്ക് അത് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ വേറൊരു സിസ്റ്റം എടുക്കുക എന്നുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. അല്ലെങ്കിൽ നമ്മൾ ക്ലൗഡിൽ എന്തെങ്കിലുമൊക്കെ എടുക്കണം, അതൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള പരിപാടിയാണ്. നമ്മുടെ ഓൺ സിസ്റ്റത്തിലുണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്. ദാറ്റ്സ് വാട്ട്. അത് കൂടുതലും ഡെവലപ്മെന്റിലാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതേ കോൺസെപ്റ്റിന് ബർബ് സ്യൂട്ടിൽ ഉപയോഗിക്കുന്നതാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബർബ് സ്യൂട്ട് എപ്പോഴാണ് ആക്ട് ചെയ്യുക, ബർബ് സ്യൂട്ട് ഒരു പ്രോക്സിയാണ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഇത് ലീവ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത് അക്സെപ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ലീവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് എങ്ങോട്ടേക്ക് അയക്കണം എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ കോൺഫിഗർ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക കഴിഞ്ഞാൽ നമ്മൾ 127.0.0.1 ഫുൾ 8080 ഈ പോർട്ടിലേക്കാണ് നമ്മൾ അതിനെ ഫോർവേഡ് ചെയ്യുക. നമ്മളുടെ ഇതിൽ ബ്രൗസർ ഫയർഫോക്സോ ക്രോമോ ഏതെങ്കിലും ഫയർഫോക്സ് ആണെങ്കിൽ ഫയർഫോക്സിനകത്ത് പോയി നമ്മൾ കോൺഫിഗർ ചെയ്യുന്ന എന്താണ് കോൺഫിഗർ ചെയ്യുക, നമ്മൾ പറയും എല്ലാ റിക്വസ്റ്റുകളും നമ്മൾ ഫയർഫോക്സിൽ കൂടെ നടത്തുന്ന എല്ലാ റിക്വസ്റ്റുകളും എങ്ങോട്ട് പോകണം, 127.0.0.1 8080 എന്ന് പറഞ്ഞ പോർട്ടിൽ പോകണം. ഈ പോർട്ടിലേക്ക് അയക്കാൻ പറയും. അപ്പോൾ ഈ പോർട്ടിലേക്ക് അയക്കാൻ പറയുമ്പോൾ ഫയർഫോക്സ് ഇതിലേക്ക് അയക്കും. ഫയർഫോക്സ് അയക്കുമ്പോൾ എങ്ങനെയാണ് ആ കമ്മ്യൂണിക്കേഷൻ പോകുന്നത് നോക്കി. ഫയർഫോക്സ് എങ്ങോട്ടേക്ക് അയക്കുക, നമ്മൾ Google.com ഓപ്പൺ ചെയ്തു. ഫയർഫോക്സ് നേരെ ഗൂഗിളിന് അയക്കുന്നതിന് പകരം ആദ്യം എങ്ങോട്ടേക്ക്, കാര്യം നമ്മൾ ഫയർഫോക്സിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ എങ്ങോട്ട് അയക്കണമെന്നുള്ളത്, ഈ IP അഡ്രസ്സിലേക്ക് അയക്കണമെന്നുള്ളത്. അപ്പോൾ ഫയർഫോക്സ് അങ്ങോട്ടേക്ക് അയക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ IP അഡ്രസ്സ് നമ്മളുടെ ഓൺ കമ്പ്യൂട്ടർ സിസ്റ്റം, നമ്മളുടെ സ്വന്തം കമ്പ്യൂട്ടർ സിസ്റ്റത്തിനാണ്. പിന്നെയുള്ളത് ഈ പോർട്ട് നമ്പറാണ്, 8080 എന്ന് പറയുന്ന പോർട്ടാണ്. 8080 എന്ന് പറയുന്ന പോർട്ടിൽ എന്താ വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് ബർബ് സ്യൂട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ ഫയർഫോക്സ് അയക്കുന്ന റിക്വസ്റ്റ് ആദ്യം റിസീവ് ചെയ്യും, ബർബ് സ്യൂട്ട് റിസീവ് ചെയ്യും. എന്നിട്ട് ബർബ് സ്യൂട്ട് അവിടെ വെച്ചേക്കും, ബർബ് സ്യൂട്ട് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കും. എന്നിട്ട് നമുക്ക് യൂസറിന് അതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തും, ഇപ്പോൾ റിക്വസ്റ്റിനകത്ത് എന്തെങ്കിലും ചേഞ്ച് വരുത്തണം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം മനസ്സിലാക്കണം, എക്സെട്ര സംതിങ് XYZ നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫോർവേഡ് ചെയ്യുന്നു. ആ ഫോർവേഡ് ചെയ്യുമ്പോഴാണ് ഇത് എങ്ങോട്ടേക്ക് പോവുക,
google.com പോവുക. ഇതാണ് ബോബ് സ്യൂട്ടിൻ്റെ ഒരു ബേസിക് വർക്കിംഗ് എന്ന് പറയുന്നത്. പക്ഷെ പ്രോക്സിയിലുള്ള പോലെ ആ ഒരു ട്രാക്കിംഗ് അവിടെ നടക്കാതിരിക്കില്ലല്ലോ. ഇല്ല, ട്രാക്കിംഗ് അവിടെ ഇപ്പോൾ കാര്യം അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഈ ഫോർവേഡ് ചെയ്യുന്നത് നമ്മളുടെ സിസ്റ്റം തന്നെയാണ് ഫോർവേഡ് ചെയ്യുന്നത്. വർക്ക് ചെയ്യുന്ന പ്രോക്സിയുടെ ഒരു കോൺസെപ്റ്റിലാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളൂ. ബോബിന്റെ ആവശ്യം എന്താ, ഡയറക്റ്റ് അങ്ങോട്ട് അയച്ചു പോരെ. നമ്മൾ ഡയറക്റ്റ് അയക്കാതെ നമുക്ക് ഈ റിക്വസ്റ്റ് ഇൻ ബിറ്റ്വീൻ ക്യാപ്ചർ ചെയ്യാനോ അതിനെ മോഡിഫൈ ചെയ്യാനോ അതിനകത്ത് മാറ്റങ്ങൾ വരുത്താനോ ഇതൊന്നും പറ്റില്ലല്ലോ. ബോബ് സ്യൂട്ടിന്റെ ആവശ്യം എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഒരു മാറ്റം വരുത്താനായിട്ട് സാധിക്കും. നമുക്ക് ആ റിക്വസ്റ്റിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെ കുറെ മാറ്റങ്ങൾ വരുത്തണം. എന്തിനു വേണ്ടിയിട്ട് മാറ്റം വരുത്തും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ മാറ്റം വരുത്തതിന്റെ പർപ്പസ് എന്താ, നമ്മളിതെല്ലാം ചെയ്യുന്നതിന്റെ ആവശ്യം എന്താ, നമുക്ക് വെബ് സെക്യൂരിറ്റി നമുക്ക് അറ്റാക്ക് ചെയ്യണം, ഈ ടാർഗറ്റിനെ അറ്റാക്ക് ചെയ്യണം, അല്ലെ ടാർഗറ്റിലെ വൾണറബിലിറ്റീസ് ഐഡന്റിഫൈ ചെയ്യണം. ഇതാണ് നമ്മുടെ ആവശ്യം. വൾണറബിലിറ്റി ഐഡന്റിഫൈ ചെയ്യണം. നമുക്ക് എന്ത് വേണം, വൾണറബിലിറ്റി ഐഡന്റിഫൈ ആണെങ്കിൽ ഈ ടാർഗറ്റിലേക്ക് കൊടുക്കുന്ന റിക്വസ്റ്റിൽ പലതരത്തിലുള്ള ചേഞ്ചുകൾ നമ്മൾ വരുത്തി നോക്കുക. ആ ചേഞ്ചുകൾ വരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ടാർഗറ്റ് വൾണറബിൾ ആണ്, വൾണറബിൾ അല്ലയോ, അല്ലെങ്കിൽ അതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ, അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ നമുക്ക് എപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുക, നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കുന്ന റിക്വസ്റ്റുകൾ മാറ്റിയിൽ അല്ലെങ്കിൽ അതിനകത്ത് പല വാല്യൂസ് മാറ്റി നോക്കുമ്പോഴൊക്കെയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൽ നിന്ന് ഒരു സാധനം നിങ്ങൾക്ക് നോക്കണം. ഇ-കൊമേഴ്സ് വെബ്സൈറ്റിൽ ഒരു സാധനത്തിന്റെ പ്രൊഡക്റ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 100 രൂപയാണ്. നമുക്ക് അറിയേണ്ടത് ഈ 100 രൂപ മാറ്റാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. നമ്മൾ എന്ത് ചെയ്യും, ആ റിക്വസ്റ്റ് ജനറേറ്റ് ചെയ്യും. എന്നിട്ട് ആ 100 രൂപ എന്നുള്ളത് ബോബ് സ്യൂട്ടിൽ കൂടുമ്പോൾ നമുക്ക് ബോബ് സ്യൂട്ടിൽ എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്ത് നമ്മൾ 100 200 ആക്കും. എന്നിട്ട് ഫോർവേഡ് ചെയ്ത് നോക്കും. ഫോർവേഡ് ചെയ്യുമ്പോൾ 100 200 ആയോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കണം. 200 ആയെങ്കിൽ അതൊരു പ്രശ്നമാണ്, 200 ആയില്ലെങ്കിൽ അതൊരു പ്രശ്നമല്ല. അപ്പോൾ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഈ റിക്വസ്റ്റ് എഡിറ്റ് ചെയ്യാൻ പറ്റണ്ടേ. ആ റിക്വസ്റ്റ് എഡിറ്റ് ചെയ്യണമെങ്കിൽ റിക്വസ്റ്റ് ആരെങ്കിലും ക്യാപ്ചർ ചെയ്ത് നിർത്തണ്ടേ. ആ നിർത്തുന്ന ആളാണ് ബോബ് സ്യൂട്ട് എന്ന് പറയുന്നത്. ബോബ് സ്യൂട്ട് അത് പിടിച്ച് നിർത്തിയും എന്നിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ളൊരു ഫേസ് അല്ലെങ്കിൽ ഒരു ഇന്റർഫേസ് തരികയും ചെയ്യും. നമ്മൾ എന്ത് ചെയ്യുന്നു, എഡിറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കും. അയച്ചു കൊടുത്തിട്ട് വെബ് സെർവർ അങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു നോക്കലാണ് നമ്മളുടെ ജോലി. അപ്പോൾ ആ വൾണറബിലിറ്റി ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ റിക്വസ്റ്റിനകത്ത് വരുത്താൻ സാധിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബോബ് സ്യൂട്ട് ഉപയോഗിക്കുക. നമുക്കൊരു എക്സാമ്പിളിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഞാനോട് ബോബ് സ്യൂട്ട് ഓപ്പൺ ചെയ്യണം. എൻ്റെ കോൺഫിഗറേഷൻ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് കോൺഫിഗറേഷൻ. സോ നമ്മളിവിടെ ബോബ് സ്യൂട്ട് ഇവിടെ ഓപ്പൺ ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ ബോബ് സ്യൂട്ട് ഫസ്റ്റ് ഒന്ന് കോൺഫിഗർ ചെയ്യണമല്ലോ. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഫസ്റ്റ് അതിനൊരു എക്സ്റ്റൻഷനാണ്. നമുക്ക് പല രീതിയിൽ മാനുവലിയും ചെയ്യാം. മാനുവലി ചെയ്യുന്ന കുറച്ച് തലവേദനയാണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓട്ടോമേറ്റ് ചെയ്യുന്നു. ഫോക്സി പ്രോക്സി, ഇത് ഫയർഫോക്സ് ആണ്. അപ്പോൾ ഫോക്സി പ്രോക്സി എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡേർഡ് കാണാം. ഇവിടെ നമുക്ക് ആഡ് ടു ഫയർഫോക്സ് കൊടുത്ത് ആഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ ആഡായി. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഫോക്സി പ്രോക്സി ഇവിടെ ഉള്ളതായിട്ട് കാണാം. നമ്മളിവിടെ ഫസ്റ്റ് ഒരു പ്രോക്സി സെറ്റ് ചെയ്യുക. ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്തിട്ട് പ്രോക്സീസ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പ് ടാബ് ഉണ്ട്, അവിടെ നമ്മൾ ആഡ് ചെയ്യുക. നമ്മൾ ഓൾറെഡി ഈ സെയിം സാധനം നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ടാവും, എന്നാലും ഒന്നുകൂടെ പറയാം. ബർപ്പ് നമ്മളൊരു പേര് കൊടുക്കുക. ദെൻ ഇവിടെ ഹോസ്റ്റ് 127.0.0.1 നമ്മളുടെ ലൂപ്പ് ബാക്ക് അഡ്രസ്. അത് കഴിഞ്ഞാൽ പോർട്ട് നമ്പർ 8080 സേവ് ചെയ്യാം. ഓക്കെ, നമ്മളുടെ റിക്വസ്റ്റ് ഇവിടെ സേവ് ആയിട്ടുള്ളതായിട്ട് കാണാം. അപ്പോൾ ബോപ്പിലേക്ക് നമ്മൾ ഇപ്പോൾ ഇവിടെ എന്താ ചെയ്തത്, നമ്മൾ ബോപ്പിലേക്ക് ഫയർഫോക്സിനോട് നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്, 127.0.0.1 8080 എന്ന് പറയുന്ന പോർട്ടിലേക്ക് റിക്വസ്റ്റുകളെല്ലാം ഫോർവേഡ് ചെയ്യുക. ഇതാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഫോക്സി പ്രോക്സി എന്ന് പറയുന്നത് ഓൺ ആക്കുമ്പോൾ ഇവിടെ നമ്മൾ ഈ ബോപ്പ് എന്ന് പറയുന്നത് ഓൺ ആക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, എല്ലാ കമ്മ്യൂണിക്കേഷൻസ്, അതായത് ഏതൊക്കെ പാക്കറ്റുകളാണ് പോകുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ റിക്വസ്റ്റുകളാണ് പോകുന്നത്, ആ റിക്വസ്റ്റുകളെല്ലാം എങ്ങോട്ടേക്ക് അയക്കണം, ബോബ് സ്യൂട്ടിലേക്ക് അയക്കണം. ഇതാണ് ഉദ്ദേശം. നമ്മളിവിടെ google.com എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ google.com എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്രോക്സി സർവർ ഈസ് റെഫ്യൂസിങ് കണക്ഷൻ എന്ന് പറഞ്ഞാണ്. നമുക്ക് നോക്കാം. നമുക്ക് പ്രോക്സിയിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രോക്സിയുടെ ഇൻട്രസ്റ്റ് ഓൺ ആക്കുക. ഒന്നുകൂടെ റിക്വസ്റ്റ് ചെയ്ത് നോക്കാം. വീണ്ടും എററാണ് കാണിക്കാൻ നോക്കാൻ ഉദ്ദേശിക്കുന്നത്. നോക്കി കഴിഞ്ഞാൽ പ്രോക്സി ഇവിടെ ഓക്കെ, ഇത് പ്രോക്സി ഓഫായിരുന്നു, ഞാനിവിടെ ഇനേബിൾ ചെയ്തിട്ടുണ്ട്. പ്രോക്സി ലിസണർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഓഫായിരുന്നത് ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. റിക്വസ്റ്റ് ഒന്നുകൂടെ ഒന്ന് അയച്ചു നോക്കാം. നമുക്കിവിടെ google.com ഓപ്പൺ ആയിട്ടുള്ള കാണാം. ഇനി നമുക്ക് ഈ റിക്വസ്റ്റിനെ നമുക്കൊന്ന് ക്യാപ്ചർ ചെയ്യും. അതായത് ഞാൻ സൈഡ് ബൈ സൈഡ് ഇടുകയാണ്. ഇവിടെ ഇൻ്റർസെപ്റ്റ് ഒന്ന് ഓഫാക്കി ഞാനിവിടെ റിഫ്രഷ് ചെയ്യുന്നു. google.com ഓപ്പൺ ആവുന്നു. റൈറ്റ്, നോർമലാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കിനി ഇൻ്റർസെപ്റ്റ് ഓൺ ആക്കിയിട്ടൊന്ന് റിക്വസ്റ്റ് ചെയ്യും. ഇൻ്റർസെപ്റ്റ് ഓൺ google.com റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ആ റിക്വസ്റ്റ് വന്ന് ഇവിടെ ഈ ഹോൾഡ് ചെയ്തേക്കുന്ന കാണാം. ഇതാണ് ബോബ് സ്യൂട്ടിൻ്റെ ആവശ്യം എന്ന് പറയുന്നത്. നമ്മൾ റിക്വസ്റ്റ് അയക്കുമ്പോൾ ആ റിക്വസ്റ്റ് നമ്മളുടെ കമ്പ്യൂട്ടറിൽ നിന്ന് പോവുകയും എന്നാൽ ആ സെർവറിലോട്ട് എത്തിയിട്ടില്ല. അതായത് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ആ റിക്വസ്റ്റ് ഇവിടെ ഇങ്ങനെ
പെൻഡിങ്ങിൽ നിൽക്കുകയാണ്. ഞാനിവിടെ ഇത് ഫോർവേഡ് ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഇത് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അവിടെ ചേഞ്ചസ് വരുന്നത് നിങ്ങൾക്ക് കാണാം. ഓരോ റിക്വസ്റ്റും ഒരു വെബ്സൈറ്റിൽ ഓപ്പൺ ചെയ്യുന്ന പറഞ്ഞാൽ ഒരു സിംഗിൾ റിക്വസ്റ്റ് ആയിരിക്കില്ല, പല റിക്വസ്റ്റുകളാണ്. ഇപ്പോൾ ഗൂഗിൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ട്രാക്കിംഗ് അനലിറ്റിക്സ് എന്നൊക്കെ പറഞ്ഞാൽ കുറേ സാധനങ്ങൾ ബാക്ക് എൻഡിൽ റണ്ണിങ് ആണ്. അപ്പോൾ ഒരുപാട് സാധനം ഇങ്ങനെ ഓപ്പൺ ആവട്ടോ, അത് ഒരുപാട് റിക്വസ്റ്റുകൾ ഉണ്ടാവും. നോക്കി കഴിഞ്ഞാൽ കുറേ റിക്വസ്റ്റ് ഇങ്ങനെ ബാക്ക് എൻഡിൽ വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇതൊക്കെ ഗൂഗിൾ ഓപ്പൺ ചെയ്യാനായിട്ട് വേണ്ടി വരുന്ന റിക്വസ്റ്റുകളാണെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ ഏതൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും സെയിം കാര്യം തന്നെ. ഇപ്പോൾ നമുക്ക് prototype.com ഓപ്പൺ ചെയ്യാം. ഇന്റർസെപ്റ്റ് ഓൺ ആക്കുന്നു, prototype.com ഓപ്പൺ ചെയ്ത് ഇവിടെ റിക്വസ്റ്റ് വന്നു, ഫോർവേഡ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത റിക്വസ്റ്റ് ഇവിടെ നിൽക്കുന്നതാണ്, ഫോർവേഡ് ചെയ്യുന്നു. നമ്മളിത് ഫോർവേഡ് ചെയ്യുന്നതിനനുസരിച്ച് മാത്രമാണ് അവിടെ ഓപ്പൺ ആവുന്നത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റും. ഫോർവേഡ് ചെയ്യാം. ഓക്കെ, നമ്മളവിടെ ഫോർവേഡ് ചെയ്യാത്ത പക്ഷം എന്ത് ചെയ്യില്ല, ഇവിടെ ആവശ്യമുള്ളത് ഓപ്പൺ ആവില്ല. ഇത് ഓരോ സാധനം അവിടെ ലോഡ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ റിക്വസ്റ്റ് 1 by 1 നമ്മൾ ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഫോർവേഡ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഈ പെർട്ടിക്കുലർ വെബ്സൈറ്റ് ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അവിടുത്തെ ആ ഇമേജ് വന്നതും അങ്ങനെ ഓരോ കാര്യങ്ങളും നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഫോർവേഡ് ചെയ്യണം. അങ്ങനെ നമുക്ക് പോകുന്ന എല്ലാ റിക്വസ്റ്റുകളും ഹോൾഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ആരുടെ ജോലി എന്ന് പറയുന്നത്, ബോബ്സ്യൂട്ടിന്റെ ജോലി എന്ന് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ടാണ് ബോബ്സ്യൂട്ട്. അപ്പോൾ ഇത് ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ഇവിടെ ഒരു കാര്യം ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനത് ഇന്റർസെപ്റ്റ് ചെയ്യുന്നു, ഞാൻ വീണ്ടും റിക്വസ്റ്റ് ക്യാപ്ചർ ചെയ്യുന്നു. റിക്വസ്റ്റ് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിവിടെ എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. റിക്വസ്റ്റ് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എന്തൊരു അഡ്വർടൈസ്മെന്റ് റിക്വസ്റ്റ് ആണ്. നമുക്ക് പ്രോട്ടോടൈപ്പിലേക്കുള്ള റിക്വസ്റ്റ് മാത്രം നോക്കാം. ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ ബാക്ക് എൻഡിൽ എന്തൊക്കെയാണ് പോകുന്നത് എന്നുള്ളത് ഈ പറയുന്ന നമ്മുടെ അനലിറ്റിക്സ്, ഗൂഗിൾ, യൂട്യൂബിന്റെ ഇത്, ഗൂഗിൾ ആഡ്സ്, അങ്ങനെ പല സാധനങ്ങൾ ബാക്ക് എൻഡിൽ റൺ ചെയ്യുന്നതായിട്ട് കാണാം. ഇതെല്ലാം നമ്മൾ ഈ prototype.com ഓപ്പൺ ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ വന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ഒന്നുകൂടെ ഇന്റർസെപ്റ്റ് ഓൺ ആക്കാം. prototype.com എന്ന് പറഞ്ഞിട്ടുള്ള കുറേ ഐക്കൺസ്, header.wp എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ്. നമുക്ക് ഈ റിക്വസ്റ്റിനെ എനിക്ക് എങ്ങനെ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാം. എനിക്ക് വേണമെങ്കിൽ ഇവിടെ പുതിയൊരു സാധനം ആഡ് ചെയ്യാം. എനിക്കിപ്പോൾ ഇവിടെ വേണമെങ്കിൽ ചുമ്മാ ഹലോ എന്ന് ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്ത് റിക്വസ്റ്റ് ഇൻവാലിഡ് ആവും. കാര്യം അങ്ങനെ ഒരു സാധനം ഇവിടെ വരാൻ പാടില്ല. ചുമ്മാ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ എനിക്ക് അവിടെ ഇഷ്ടമുള്ള രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് എനിക്ക് വേണ്ട രീതിയിൽ എനിക്കിനെ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഉദ്ദേശം. അതായത് എനിക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റണം. നമുക്ക് ഒരു റിക്വസ്റ്റ് മേക്ക് ചെയ്യാൻ സമയത്ത് ആ റിക്വസ്റ്റിനെ നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് മോഡിഫൈ ചെയ്യാനായിട്ട് സാധിക്കണം. നമ്മൾ മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ജോലി എന്ന് പറയുന്നത്, ഓപ്ഷൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത്. നമ്മളുടെ ആവശ്യം പോലെ മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മോഡിഫൈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതിനെ ഒരുപാട് ഓട്ടോമേറ്റ് ചെയ്യാനായിട്ടാണ് ബാക്കിയുള്ള ടാബുകൾ. ഇപ്പോൾ നമ്മളിവിടെ പ്രോക്സിയാണ് ഉപയോഗിക്കുന്നത്, അതുപോലെ വേറെ ഒരുപാട് ടാബുകൾ അതിനകത്ത് അവൈലബിൾ ആണ്. ഇതാണ് ബോബ്സിൻ്റെ ഒരു ബേസിക് യൂസേജ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു ആവശ്യത്തിന് ഇതുപോലെ ഉപയോഗിക്കാം. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. ബോബ്സിൻ്റെ ഫസ്റ്റ് ടൈം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു എറർ വരാം. അത് ഈ സർട്ടിഫിക്കറ്റ് എറർ എന്ന് പറയുന്നത്. ഞാനിവിടെ എൻ്റെ ഇതിൽ സർട്ടിഫിക്കറ്റ് ഓൾറെഡി ആഡഡ് ആണ്. ഒന്നുകൂടെ നോക്കാം, ജസ്റ്റ് മൊമെന്റ്. സോ അപ്പോൾ നിങ്ങൾക്ക് ഇതെടുക്കുമ്പോൾ എന്ത് ചെയ്യാം, ഒരു എറർ വരാം. അത് എറർ എന്ന് പറയുന്നത് ഒരു അഡ്വാൻസ്ഡ് സെക്യൂരിറ്റി കൺസേൺ എന്ന് പറഞ്ഞിട്ട് എറർ പേജ് വരും. അതിൻ്റെ എറർ പേജ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ബോബ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. CS സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. http://PURP വെബ്സൈറ്റിലേക്ക് പോവുക. ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ CS സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ഇവിടെ കാണാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റ്. നമ്മൾ നേരെ സെറ്റിംഗ്സിൽ പോവുക. ഫയർഫോക്സിൻ്റെ സെറ്റിംഗ്സ്, സർട്ടിഫിക്കറ്റ് സെർച്ച് ചെയ്യുക. ക്ലിക്ക് ഓൺ വ്യൂ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇമ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ സർട്ടിഫിക്കറ്റ് സെലക്ട് കൊടുക്കുക. ഇവിടെ നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ് ഇതാണ്. സെലക്ട് ചെയ്യുക. ഈ 2 ബോക്സ് ടിക്ക് ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻറ്റ്. 2 ബോക്സും ടിക്ക് ചെയ്യുക. ദെൻ ക്ലിക്ക് ഓക്കെ. ഇത് ആഡ് ചെയ്യുക. ഇതെന്താണെന്ന് നമ്മൾ ഒരു CS സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ബിഹൈൻഡ് റീസൺ എന്ന് പറയുന്നത് ഇതാണ്. അതായത് നമ്മളൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഫയർഫോക്സിനോട് എന്താ പറഞ്ഞത്, എല്ലാ റിക്വസ്റ്റുകളും 127.0.0.0.1 880 എന്ന് പറഞ്ഞ പോർട്ടിൽ അയക്കുക എന്നുള്ളതാണ്. ഫയർഫോക്സിനെ സംബന്ധിച്ചിടത്തോളം ആ പെർട്ടിക്കുലർ IP അഡ്രസ്സും ആ പെർട്ടിക്കുലർ പോർട്ട് നമ്പറും ട്രസ്റ്റബിൾ അല്ല. അതായത് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ട് നമ്പർ IP അഡ്രസ്സും അല്ല. അപ്പോൾ എന്ത് ചെയ്യും, ഫയർഫോക്സ് പറയും എനിക്കിവരെ ട്രസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്കിവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എറർ മെസ്സേജ് കാണിക്കുക. ആ എറർ മെസ്സേജ് എന്ന് പറയുന്നത് സെക്യൂരിറ്റി ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരു എറർ മെസ്സേജ് കാണിക്കും. നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യുന്ന വഴി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്യുന്ന വഴി നമ്മൾ ഫയർഫോക്സിനോട് പറയാണ് ഈ 127.0.0.1 എന്ന് പറയുന്ന അല്ലെങ്കിൽ പോർട്ട് നമ്പർ 8080 എന്ന് പറയുന്ന സർവീസും ബോബ്സ്യൂട്ട് അല്ലെങ്കിൽ പോർട്സുഗർ എന്ന് പറയുന്ന സർവീസും ട്രസ്റ്റബിൾ ആണ്, നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഫയർഫോക്സിനോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇത് ട്രസ്റ്റബിൾ ആണെന്നുള്ളത്. ഇതേ സെയിം ആപ്ലിക്കേഷൻ നമ്മൾ ഒരു വിൻഡോസിൽ ബോബ്സ്യൂട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വിൻഡോസിനകത്തും ഇതേ കോൺഫിഗറേഷൻ ചെയ്യണം. അതുപോലെ ഫയർഫോക്സിനകത്താണെങ്കിലും ക്രോമിനകത്താണെങ്കിലും എല്ലാത്തിനകത്തും നമ്മൾ ഇതേ കോൺഫിഗറേഷൻ ചെയ്ത് നോക്കും. അപ്പോൾ എന്താ വെച്ചാൽ ആ വെബ് ബ്രൗസറിന് ആരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റണം, ബോബ്സ്യൂട്ടിനെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കാം. അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താലാണ് ആ ബ്രൗസറിന് ആരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുക, നമ്മളുടെ ബോബ്സ്യൂട്ടിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുക. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് ഇപ്പോഴത്തെ ബോബ്സ്യൂട്ടിന്റെ ഇപ്പോഴത്തെ വേർഷൻ എന്ന് പറയുന്നത്, ഇതിനകത്തേക്ക് നിങ്ങൾ പ്രോക്സി എന്ന് പറയുന്ന ഒരു ടാബ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ സൈഡിൽ ഓപ്പൺ ബ്രൗസർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ എന്ന് പറയുന്നത് ഓപ്പൺ ബ്രൗസർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ബോബ്സ്യൂട്ടിന്റെ അകത്ത് തന്നെ കോൺഫിഗർ ആയിട്ടുള്ള ഒരു ബ്രൗസറാണ്. അപ്പോൾ ഇത് ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മളുടെ
ഒരു ഗൂഗിൾ ക്രോമിൻ്റെ തന്നെ ഒരു വേറൊരു വെർഷനാണ് ക്രോമിയം എന്ന് പറയും. ഇത് പക്ഷേ ഒരു പ്രശ്നമുള്ളത് നമ്മളുടെ ലിനക്സിനകത്ത് റൂട്ട് യൂസറായിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇതായി കാണുന്ന പോലെ എറർ കാണിക്കും. അതായത് അത് അവിടെ റൺ ആവില്ല. അങ്ങനെ ഒരു പ്രശ്നം റൂട്ട് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. പക്ഷേ ഇത് നമുക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാനായിട്ട് സാധിക്കും. ഞാൻ അതൊന്ന് എഡിറ്റ് ചെയ്ത് മാറ്റാം. ഓക്കെ, സോ അപ്പോൾ നമ്മളിവിടെ അലോ ബോബ് ബ്രൗസർ ടു റൺ വിത്തൗട്ട് എ സാൻഡ് ബോക്സ് എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്ത് കൊടുക്കണം. ഇത് ഇനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് നമ്മളിവിടെ ഓപ്പൺ ബ്രൗസർ കൊടുത്താൽ അത് റൺ ആവും. കാര്യം അത് റൂട്ട് യൂസറായിട്ട് ചെയ്യുമ്പോൾ കുറേ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് അത് പറ്റില്ലാതെ പറഞ്ഞത്. കുറേ കാര്യങ്ങൾ അങ്ങനെ ലിമിറ്റഡ് ആണ്, ബോപ്പിലല്ല, വേറെ ഒരുപാട് കാര്യങ്ങൾ. എനിവേ, അപ്പോൾ ഇങ്ങനെ ഒരു ബ്രൗസർ കിട്ടുമ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഇവിടെ കണ്ടോ, യു ആർ യൂസിങ് ആൻ അൺസപ്പോർട്ടഡ് കമാൻഡ് ലൈൻ ഫ്ലാഗ്, നോ സാൻഡ് ബോക്സ്, സ്റ്റെബിലിറ്റി ആൻഡ് സെക്യൂരിറ്റി വിൽ സഫർ. ഇതാണ് പ്രശ്നം. അത് റൂട്ട് യൂസർ ആയിട്ടുള്ള ഒരു പ്രശ്നം, വലിയ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ബ്രൗസർ കിട്ടും. ഇത് ഗൂഗിൾ ക്രോമിൻ്റെ തന്നെ വേറെ വേരിയൻ്റ് ആണ്, ക്രോമിയം എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. ക്രോമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുകയാണ് ക്രോമിയം. ഹെഡ്ലെസ് വെർഷൻസ് ഉണ്ട്, നോർമൽ വെർഷൻസ് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം ക്രോമിയം. ഈ ക്രോമിയം ഇതിനകത്ത് കാണുന്നത്, ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു പർട്ടിക്കുലർ ബ്രൗസർ എന്ന് പറയുന്നത്, ഇതിൽ നമ്മൾ ഒന്നും പ്രത്യേകിച്ച് കോൺഫിഗർ ചെയ്യേണ്ട. അതായത് ഇതിനകത്ത് നമ്മൾ 127ലേക്ക് പ്രോക്സി സെറ്റ് ചെയ്യേണ്ട, സർട്ടിഫിക്കറ്റ് സെറ്റ് ചെയ്യേണ്ട, ഇതൊക്കെ ബൈ ഡിഫോൾട്ട് ഓൾറെഡി അതിനകത്ത് കോൺഫിഗർ വെച്ചിട്ടാണ് ബ്രൗസർ ടു ഈ കമ്മ്യൂണിക്കേഷൻ ബൈ ഡിഫോൾട്ട് അങ്ങനെയാണ് നടക്കുന്നത്. അത് ബോബ് സ്യൂട്ടിൽ ഇതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ബ്രൗസറാണ്, ക്രോമിയം ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത ഒരു ബ്രൗസറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു കോൺഫിഗറേഷൻ ചെയ്യേണ്ട ഒരു ആവശ്യം ശരിക്കും ഇല്ല. ഇപ്പോൾ ഫയർഫോക്സിലാണ് നമ്മൾ പ്രോക്സിയും സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കണം. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു ബ്രൗസർ കൂടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ google.com എന്ന് സെർച്ച് കഴിഞ്ഞാൽ ബോബിന്ന് അല്ലാണ്ട് പുറത്തുനിന്ന് ക്രോമിയം ആക്സസ് ചെയ്യാൻ പറ്റുമോ? ക്രോമി ആർക്കും വേണമെങ്കിലും ആക്സസ് ചെയ്യും. ക്രോമി പക്ഷേ അൺസ്റ്റേബിൾ. ക്രോമി ഇതുപോലുള്ള ഡെവലപ്മെന്റിനാണ് ഉപയോഗിക്കുന്നത്. ക്രോമി ഉപയോഗിക്കുന്നത് കൂടുതലും ഇങ്ങനെയുള്ള ഡെവലപ്മെന്റിന്, പിന്നെ അതുപോലെ നമ്മൾ കമാൻഡ് ലൈൻ ടൂളുകളിൽ ബ്രൗസർ ഉപയോഗിക്കേണ്ട ആവശ്യം വരും. അപ്പോൾ കമാൻഡ് ലൈൻ ടൂളുകളിൽ ബ്രൗസർ ഉപയോഗിക്കേണ്ട ആവശ്യം വരുമ്പോൾ ഇപ്പോൾ കൂടുതൽ ഇത് ഈ നമ്മൾ മറ്റേ സബ് ഡൊമൈൻ എന്യൂമറേഷൻ ഒക്കെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആവശ്യം വരിക. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും ബാക്ക് എൻഡിൽ ആ ടൂൾ ഉപയോഗിക്കുന്ന ക്രോമിയം തന്നെയാണ്. അതായത് ഫ്രണ്ട് എൻഡിൽ ഗ്രാഫിക്കലായിട്ട് കാണിക്കില്ലെങ്കിലും ബാക്ക് എൻഡിൽ ആ ടൂൾ ക്രോമിയം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ക്രോമിയം അങ്ങനെ ഒരു ഡെവലപ്മെന്റ് പർപ്പസിന് വേണ്ടിയിട്ട് ഇറക്കി വെച്ചിട്ടുള്ള സാധനമാണ് ക്രോമിയം എന്ന് പറഞ്ഞാൽ, ഗൂഗിൾ ക്രോമിന്റെ ക്രോമിയം. ഈ ക്രോമിയം ഉപയോഗിച്ചിട്ടാണ് കുറേയൊക്കെ ഗൂഗിൾ ക്രോമിന്റെ പോലത്തെ വേറെ കുറേ ഈ ബ്രൗസറുകളൊക്കെ ഉണ്ട്, ഈ ക്രോം പോലെ തന്നെയുള്ള, അതൊക്കെ ക്രോമിയം ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഒരുപാടെണ്ണം നമുക്ക് കാണാനായിട്ട്. ക്രോമിയം വെബ് ത്രൂ അല്ലാണ്ട് യൂസ് ചെയ്യുമ്പോഴും ഇത് പ്രോക്സി വെച്ചിട്ടാണ് വർക്ക് ചെയ്യുക. അല്ല, ഇത് ഈ ക്രോമിയം, അതായത് ബോബ് സ്യൂട്ടിനകത്തുള്ള ഈ ബ്രൗസർ എന്ന് പറയുന്നത് അത് ബോബ് സ്യൂട്ടിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു സാധനമാണ്. അപ്പോൾ അതിനകത്ത് ഇതൊക്കെ കോൺഫിഗർ ആണ്. മറ്റൊരു ഏതെങ്കിലും സർവീസിൻ്റെ ക്രോമിയാണ് നമ്മൾ ഉപയോഗിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഗോ വിറ്റ്നസ് അല്ലെങ്കിൽ അക്വാറ്റോൺ, ഇതൊക്കെ നമ്മൾ മറ്റേ സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഈ ഗോ വിറ്റ്നസിനകത്തൊക്കെ ക്രോമി ഉപയോഗിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു URL കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നില്ല, ഫ്രണ്ടിൽ കാണില്ല, പക്ഷേ ബാക്ക് എൻഡിൽ ഇത് ക്രോമിയത്തിൽ ഓപ്പൺ ചെയ്ത് ക്രോമിയത്തിൽ നിന്നാണ് സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് നമുക്ക് തരുന്നത്. അപ്പോൾ ബാക്ക് എൻഡിൽ ക്രോമി ഉപയോഗിക്കുന്നുണ്ട്. അത് ഗോ വിറ്റ്നസിന് വേണ്ടിയിട്ട് അവർ തന്നെ ഉണ്ടാക്കിയതാണ്. മീൻസ് ക്രോമിയമാണ് ബേസ്. നമ്മൾ ലിനക്സ് ബേസ് ആൻഡ്രോയിഡ് ഉണ്ടാക്കുന്നു, ലിനക്സ് ബേസ്ഡ് ഉബുണ്ടു ഉണ്ടാക്കുന്നു. ഇതേപോലെ ക്രോമിയം ബേസ് കൊണ്ട് ഇങ്ങനെ പല ആൾക്കാർ പല സാധനങ്ങൾ ഉണ്ടാക്കും. അത് ഓരോ ആൾക്കാരും അവരവരുടെ കോൺഫിഗറേഷൻ ആണ്. ഇപ്പോൾ ബോപ്പ് ഉണ്ടാക്കിയതെന്ന് പറയുന്നത് മീൻസ് ബോപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനകത്ത് പ്രോക്സിയും സർട്ടിഫിക്കറ്റ് ഒക്കെ ഓൾറെഡി സെറ്റപ്പ് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പോൾ അങ്ങനെ ക്രോമിയം ഉണ്ട്. നമുക്ക് google.com ഓപ്പൺ ചെയ്ത് നമ്മളിവിടെ ഇന്റർസെപ്റ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്കിത് ഇന്റർസെപ്റ്റ് ചെയ്യാനും പറ്റും. നമുക്ക് വളരെ സിമ്പിളാണ്. അതായത് കമ്പാരിറ്റീവ്ലി ഫയർഫോക്സിനെക്കാട്ടിലും സിമ്പിളായിട്ട് ഈ പ്രോസസ്സർ ആക്കാം. നമ്മൾ പ്രത്യേകിച്ച് കോൺഫിഗറേഷൻസ് ചെയ്യണം എന്ന് നിർബന്ധമില്ല, ചെയ്തില്ലെങ്കിലും ഇത് വർക്കാവും. സോ ഇതാണ് ബോബ് സ്യൂട്ടിൻ്റെ ഒരു ബേസിക് യൂസേജ് എന്ന് പറയുന്നത്. ഒരു ഫണ്ടമെന്റൽ യൂസേജ് ആണ് ഞാൻ പറഞ്ഞത്. ഒരു ബേസിക് യൂസേജ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഒരു ബോബ് സ്യൂട്ടിൻ്റെ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഒരുപാട് ടാബുകളും സബ് ടാബുകളും കാണാനായിട്ട് സാധിക്കും. അതിലാണ് ഇപ്പോൾ ഇവിടെ HTTP ഹിസ്റ്ററിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ പ്രോക്സിയുടെ തൊട്ട് താഴെയുള്ള ഇന്റർസെപ്റ്റ് എന്നാണ്, പിന്നെ അതാണ് HTTP ഹിസ്റ്ററിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന കുറേ URLs ആണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കറന്റ് ബോബ് സ്യൂട്ടിൽ കൂടെ നമ്മൾ എന്തൊക്കെ കമ്മ്യൂണിക്കേഷൻസ് ചെയ്തോ അതെല്ലാം ഇവിടെ ഉണ്ടാവും. നമ്മളിപ്പോൾ ഓൾറെഡി ചെയ്തിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് ആണ് ഇത്രയും. ഞാൻ കുറച്ച് ഒരു 2-3-4 വെബ്സൈറ്റുടെ ക്രോമിയത്തിലൊന്ന് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ prototype.com, പിന്നെ അതുപോലെ നമുക്ക് youtube.com കൊടുക്കാം, youtube.com, മേ ബി instagram.com. ഇതൊന്നും നമ്മൾ ഇന്റർസെപ്റ്റ് ചെയ്യുന്നില്ല. അതായത് ഇന്റർസെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പിടിച്ചു നിർത്തിയിട്ടില്ല. ഇതൊക്കെ മുമ്പോട്ട് പോകുന്നുണ്ട്, അതിൽ പ്രശ്നമില്ല. ഇന്റർസെപ്റ്റ് ഓഫ് എന്ന് പറഞ്ഞാണ് കിടക്കുന്നത്. പക്ഷേ അതവിടെ ക്യാപ്ചർ ചെയ്ത് നിർത്തിയിട്ടില്ല. പക്ഷേ ഈവൻ തോ അങ്ങനെ നിർത്തിയിട്ടില്ലെങ്കിലും ഈ കമ്മ്യൂണിക്കേഷൻ എവിടെ ലോഗാവും, ബാക്ക് എൻഡിൽ ലോഗാവും. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാക്ക് എൻഡിൽ ഇവിടെ ഈ HTTP ഹിസ്റ്ററിക്കകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നടത്തുന്ന കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ഇവിടെയും ലോഗ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ എന്തൊക്കെ ഓപ്പൺ ചെയ്യുന്നത്, ഇവിടെ നമ്മളിപ്പോൾ ഏതൊക്കെ വെബ്സൈറ്റുകൾ, ഇപ്പോൾ പ്രോട്ടോടൈപ്പ് ആയാലും അല്ലെങ്കിൽ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് യൂട്യൂബ് ഫീഡ് ആയാലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആയാലും ഈ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ഇവിടെ ആവുന്നുണ്ട്. ഇവിടെ കുറേ ഒരുപാടുള്ളതുകൊണ്ട് നമുക്ക് അവിടെ കാണാൻ പറ്റാത്ത, പക്ഷേ ഈ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ഇവിടെ ലോഗ് ആവുന്നുണ്ട്. ഈ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം ഈ ബാക്ക് എൻഡിൽ ലോഗായി പോകുന്നുണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്യുന്ന എല്ലാ വെബ്സൈറ്റുകളും ബാക്ക് എൻഡിൽ ഇതുപോലെ ലോഗ് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ യൂട്യൂബ് കാണാം, പ്രോട്ടോടൈപ്പ് ഓപ്പൺ ചെയ്തിട്ടുള്ള കാണാം. അത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം അവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇതിനിടയ്ക്കായിരിക്കും ഉണ്ടാവും. ഇത് കാര്യം ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ തന്നെ നോക്കി കഴിഞ്ഞാൽ ഏകദേശം മോർ ദാൻ 1000 കമ്മ്യൂണിക്കേഷൻ ഇവിടെ ഇപ്പോൾ
കഴിഞ്ഞിട്ടുണ്ടാവണം. 1464 കമ്മ്യൂണിക്കേഷൻ ഇവിടെ ഇൻസ്റ്റാഗ്രാം നമ്മൾ ഓപ്പൺ ചെയ്ത് ഇൻസ്റ്റാഗ്രാം ഇതെല്ലാം ഇവിടെ ലോഗ് ആവുന്നുണ്ട്. നമ്മൾ എന്ത് ഓപ്പൺ ചെയ്യും, ഇതാണ് HTTP ഹിസ്റ്ററി എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി നടത്തിയ കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, HTTP ഹിസ്റ്ററിക്കകത്ത് കയറി നോക്കുക. അതുപോലെ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് ഇന്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. HTTP ഹിസ്റ്ററി എന്ന് പറയുന്നത് അതുപോലെ ഹിസ്റ്ററി. ഇങ്ങനെ ഒരുപാട് ടാബുകൾ, സബ് ടാബുകൾ, ഈ പറയുന്ന ഡാഷ്ബോർഡ് അല്ലെങ്കിൽ ടാർഗറ്റ് അല്ലെങ്കിൽ ഇൻട്രൂഡർ, റിപ്പീറ്റർ, ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഡാഷ്ബോർഡ് കാണാം, അതുപോലെ ടാർഗറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, പ്രോക്സി ഉണ്ട്, ഇൻട്രൂഡർ ഉണ്ട്, റിപ്പീറ്റർ ഉണ്ട്, കൊളാബറേറ്റർ പ്രോ വേർഷനിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി എഡിഷനിലില്ല. പിന്നെ സീക്വൻസർ ഉണ്ട്, സീക്വൻസറൊക്കെ ഇപ്പോൾ കമ്മ്യൂണിറ്റി എഡിഷനിലാണ്. ഡീകോഡർ ഉണ്ട്, കമ്പയറർ ഉണ്ട്, ലോഗർ ഉണ്ട്. ഇങ്ങനെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഈ ലോഗറും എഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ HTTP ഹിസ്റ്ററി തന്നെയാണ്. അത് ലോഗ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്തൊക്കെ കമ്മ്യൂണിക്കേഷൻ നടത്തിയോ അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ പാത്ത്, ക്വറി എന്നൊക്കെ പറഞ്ഞ് ലോഗ് ചെയ്ത് വെക്കുക. അത് വെബ്സൈറ്റ് മാത്രമല്ല, ആ പർട്ടിക്കുലർ പാത്ത് ഇവിടെ കാണും, അതിൻ്റെ ക്വറി എന്താണെന്നുള്ളതാണ്. അതായത് പാരാമീറ്റർ കീ വാല്യൂസ് കാണും. ഇങ്ങനെ ലോഗ് ചെയ്ത് വെക്കുന്ന ലോഗറിൻ്റെ ജോലി. പിന്നെ അതല്ലാണ്ട് മറ്റൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോബ്സ്യൂട്ടിന് തന്നെ ഒരു ആപ്പ് സ്റ്റോർ ഉണ്ട്. അത് ബോബ്സ്യൂട്ട് ആപ്പ് സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ബോബ്സ്യൂട്ട് ആപ്പ് സ്റ്റോർ എന്ന് പറയുന്ന ഓപ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കി കഴിഞ്ഞാൽ പെരം മൈനർ അല്ലെങ്കിൽ JWT എഡിറ്റർ ഇങ്ങനെ കുറേ കാണും. ഇതിൽ ചിലതൊക്കെ പ്രോ വേർഷൻ അല്ലെങ്കിൽ പ്രോ ലൈസൻസ് ഉള്ളതിന് മാത്രമേ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡീറ്റെയിൽ എന്ന് പറഞ്ഞ പേജിൽ നോക്കി കഴിഞ്ഞാൽ റിക്വയർ ബോബ്സ്യൂട്ട് പ്രൊഫഷണൽ എന്ന് പറഞ്ഞ് കാണും. റിക്വയർ ബോബ്സ്യൂട്ട് പ്രൊഫഷണൽ എന്ന് പറയുന്നത് നമ്മളവിടെ പ്രൊഫഷണൽ വേർഷൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ലൈസൻസ് ഉള്ള വേർഷന് മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ള ഈ കാണുന്ന ഇത്രയും ടൂളുകൾ. നമ്മുടെ ഈ ഒരു കാറ്റഗറി ഇതൊക്കെ ഫ്രീ ആണ്. ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുള്ളത് ഈ കാണുന്ന ഇവിടെ തൊട്ട് താഴോട്ടുള്ള ഇത്തരം ടൂളുകൾ. പക്ഷേ ആ ടൂളുകളൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളുകളാണ് കേട്ടോ. നമ്മൾ വെബ് സെക്യൂരിറ്റി അനാലിസിസിന് ഉപയോഗിക്കുന്ന ടൂളുകളാണ് ഇതൊക്കെ. ഈ ടൂളുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ബോബ്സ്യൂട്ടിൻ്റെ പ്രൊഫഷണൽ വേർഷൻ, പ്രോ വേർഷൻ വേണം. പക്ഷേ ഈ മുകളിലോട്ടുള്ള ഈ ടൂളുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ കുറേ ടൂളുകളുണ്ട്. അപ്പോൾ മീൻസ് ആപ്പ് സ്റ്റോർ എന്ന് പറയും, ആപ്പ് സ്റ്റോർ എന്ന് പറയും. ഇത് വെച്ചിട്ട് നമുക്ക് ബോബ്സ്യൂട്ടിൻ്റെ എക്സിസ്റ്റിംഗ് കപ്പാസിറ്റി എന്താണോ ആ കപ്പാസിറ്റി കുറച്ചുകൂടെ കൂടുതൽ ഉപയോഗിക്കാനായിട്ട്, അതായത് കുറച്ചുകൂടെ കൂട്ടാനായിട്ട് സാധിക്കും. നമുക്ക് കുറേ കൂടെ കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് സർവീസുകളും ബോബ്സ്യൂട്ടിന് അവൈലബിൾ ആയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുറേ സർവീസുകളും ബോബ്സ്യൂട്ടിന് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി നോക്കുക. ഈ പറയുന്ന ഓരോ ഇതിനെപ്പറ്റി, അതായത് ഇൻട്രൂഡറിനെ പറ്റിയും അല്ലെങ്കിൽ റിപ്പീറ്ററിനെ പറ്റിയും കമ്പയറർ, ഡീകോഡർ, ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബട്ട് ഇതാണൊരു ബോബ്സ്യൂട്ടിനെ പറ്റി ഒരു ഓവർവ്യൂ അല്ലെങ്കിൽ ബോബ്സ്യൂട്ടിൻ്റെ ഒരു വർക്കിങ്ങും അതിൻ്റെ ഒരു കോൺസെപ്റ്റ്, അതിൻ്റെ ഒരു ഇനീഷ്യൽ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ഇത്രയാണ്. സോ ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. അപ്പോൾ അത്രയാണ് ഇതിനകത്ത് പറയാനുള്ളത്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇൻട്രൂഡർ, റിപ്പീറ്റർ, അതിൻ്റെ ഓരോരോ ടാബുകളായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ എക്സാമ്പിളായിട്ട് നമുക്ക് നോക്കാം. സോ ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. ഇപ്പം ബോബ്സ്യൂട്ട് ഒരു ഐഡിയ ഉണ്ടാവും വിചാരിക്കുന്നത്. ഇപ്പം നമ്മൾ കംപ്ലീറ്റ്ലി ഉള്ള ഓരോ ടാബും പറഞ്ഞിട്ടില്ല, അതിൻ്റെ ബേസിക് വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളതോ മെയിനായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ഓരോ വീഡിയോയിൽ അതിൽ ഓരോ ടാബുകൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ ബോബ്സ്യൂട്ടിൻ്റെ തന്നെ നിങ്ങൾ തന്നെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. എല്ലാം ഒന്ന് നോക്കി ഒരു ഡോക്യുമെന്റ് വായിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂളുകൾ അതിൻ്റെ അകത്തുള്ളൂ. അപ്പം അത് സ്വന്തമായിട്ട് ട്രൈ ചെയ്യുക. ബാക്കി വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് നമ്മളുടെ ഇതിൻ്റെ തന്നെ ഇന്റർസെപ്റ്റിന്റെ തന്നെ ബോബ്സ്യൂട്ടിന്റെ ഒരു ഓവറോൾ ആണ് കണ്ടത്. ഇതുപോലെ തന്നെ അതിനകത്തുള്ള ഓരോ ഇൻഡിവിജ്വൽ ടാബുകൾ, അതായത് നമ്മുടെ ഇന്റർസെപ്റ്റ് ടാബ്, അതേപോലെ തന്നെ റിപ്പീറ്റർ ടാബ്, ഇതും ഈ ടാബുകൾ എന്ന് പറയുന്ന ഒരു സിംഗിൾ ടാബ് അല്ല. ഈ ടാബുകൾക്ക് സബായിട്ട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഓരോ ടാബിലും നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ബോബ്സ്യൂട്ടിൻ്റെ ഒരു ഗുണം അത് തന്നെയാണ്. അതായത് ഒരു ടാബ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ ടാബിനെ നിങ്ങൾക്ക് പല രീതിയിൽ കോൺഫിഗർ ചെയ്യാം. അതായത് നമുക്ക് അതിനകത്തേക്ക് വരുന്ന കമ്മ്യൂണിക്കേഷനെ പല രീതിയിൽ കോൺഫിഗർ ചെയ്യണം, പല രീതിയിൽ യൂസ് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ ഓരോന്നിനും സബ് ഓപ്ഷൻസ് ഉണ്ട്. ഈ സബ് ഓപ്ഷൻസിനും സബ് ഓപ്ഷൻസ് ഉണ്ട്. അതും കൂടെ ആലോചിക്കണം. സബ് ഓപ്ഷൻസ് ഉണ്ട്, അതിനും കുറേ സെറ്റിംഗ്സ് ഉണ്ട്. അങ്ങനെ കുറേ ഉണ്ട് ഓരോ ടാബുകൾ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളങ്ങനെ ഓരോ ടാബിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അങ്ങനെ പോവാം. സോ അടുത്തൊരു ഇതിൽ നമുക്ക് ഈ ഇൻട്രൂഡറിനെ പറ്റിയും ഈ റിപ്പീറ്റർ, ഈ രണ്ട് ടാബുകളെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബൈ.